വിയോഗശേഷവും വി.എസ്. വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണല്ലേ? അതെ. വി.എസിൻ്റെ മരണം നടന്നു കഴിഞ്ഞപ്പോൾ ആ ശവശരീരത്തിനരികിൽ നിന്നുകൊണ്ട് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, വി.എസ് ഇനിയും മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് പറയുന്ന ചിലരെ ഞാൻ ശ്രദ്ധിച്ചു. അവരെ എനിക്ക് വ്യക്തമായിട്ടറിയാം. വി.എസിൻ്റെ 90 വയസ്സ് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങേർക്ക് 90 കഴിഞ്ഞിരിക്കുന്നു, 92, 93 ആകുന്നു, ഇനിയും മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ചിലർ എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. അവർ വി.എസിൻ്റെ ശവശരീരത്തിനകത്ത് നിന്ന് വി.എസ് മരിച്ചിട്ടില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നിയത് അവരെക്കുറിച്ച്. കാരണം ഇത്തരം ഇരട്ടത്താപ്പുള്ളവർ ആ ശവശരീരത്തിനടുത്ത് പോയി നിന്നെങ്കിലും ഇങ്ങനെ പറയാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലത്തെ പല പരാമർശങ്ങളും അക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് എം.എൻ. വിജയൻ മാഷ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിയെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആരെ കൂടുതൽ അടുത്ത് നിർത്താൻ ശ്രമിക്കുന്നോ അപ്പോൾ അവരുടെ തെറ്റുകൾ നമുക്ക് തെറ്റല്ലാതെ തോന്നും, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുമെന്ന്. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഈ വി.എസ്. പിണറായി പക്ഷം പോരിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരിണിതപ്രജ്ഞനായ പലരും പറഞ്ഞിട്ടുള്ളത്. ഇത് എം.എൻ. വിജയൻ മാഷ് തന്നെ ഇത് പറയാൻ കാരണം ഇതാണ്. പലരുടെയും തെറ്റുകൾ പൊറുക്കാൻ, അല്ലെങ്കിൽ പലരുടെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തവരെ ഒപ്പം നിർത്താൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ്. ഈ സന്ദർഭങ്ങളിൽ അവരെന്നോടൊപ്പം നിൽക്കണമെന്ന് വിചാരിക്കുമ്പോൾ ചിലരുടെ തെറ്റുകൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.